ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 27-ഉം 28-ഉം തിരുലിഖിതങ്ങൾ. എന്റെ ആടുകൾ എന്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു, അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ചരിത്രത്തിന്റെ ഈ പ്രത്യേക മുഹൂർത്തത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളുടെ ഈ പ്രത്യേക അന്തരീക്ഷത്തിൽ ഇന്ന് കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്വർഗം നമ്മെ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. റോമാലേഖനം 9-ാം അധ്യായം 16-ാം തിരുലിഖിതം. മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ആഗ്രഹിച്ചത് കൊണ്ടോ നമ്മൾ പ്ലാൻ ചെയ്തതുകൊണ്ടല്ല, ദൈവത്തിന്റെ ദയ കൊണ്ടാണ് ഇന്ന് നാം തമ്മിൽ പരസ്പരം കണ്ടുമുട്ടുന്നത്. ഇന്ന് നാം ഈ വചന ശുശ്രൂഷകളിൽ പങ്കുചേരുന്നത്. നാം ഇന്ന് കർത്താവിന്റെ കരുണയ്ക്കും കർത്താവിന്റെ വാത്സല്യത്തിനും കൃപയ്ക്കും പാത്രമാകുന്നത് അവിടുത്തെ ദയ കൊണ്ട് മാത്രമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇത് അധികമായ ഭക്തിയോടെ ദൈവത്തെ ഭയപ്പെടുന്നവർ പ്രാർത്ഥിക്കുന്ന സമയമാണ്. കർത്താവിനെ ഭയപ്പെടുന്നവർ തങ്ങളുടെ ഹൃദയത്തെ ഒരുക്കി വെക്കണം. വിശുദ്ധ ലിഖിതം നമുക്ക് നിർദ്ദേശം നൽകുകയാണ്. കർത്താവിനെ ഭയപ്പെടുന്നവർ തങ്ങളുടെ ഹൃദയത്തെ ഒരുക്കി വെക്കുന്നു. നന്നായിട്ട് എളിമപ്പെടാം. യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനങ്ങൾ ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. ദൈവവചനത്തിന് മുമ്പിൽ ആദരവോടെ വ്യാപരിക്കണം മക്കളെ. ദൈവവചനത്തിന് മുമ്പിൽ ആത്മീയമായി ഹൃദയത്തിൽ ഒരു ആത്മീയ അന്തരീക്ഷത്തിൽ നാം വ്യാപരിക്കണം. ഇത് നമ്മുടെ ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. കുടുംബാംഗങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾ മുഴുകിയിരിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വലിയ ആത്മീയ കൂട്ടായ്മയിലേക്ക് മക്കളെ പങ്കുചേരുക. എല്ലാവരും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കണം. ഒരു കൊച്ചു കുഞ്ഞുണ്ടെങ്കിൽ ആ കൊച്ചു കുഞ്ഞും കൂടി ഇപ്പോൾ ഈ കൂട്ടായ്മയോട് ചേർന്ന് വലിയ തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം. ഇത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു സംഗതി അത്രേ. ഇങ്ങനെ പ്രാർത്ഥിക്കാം. രക്ഷിതാവായ യേശുവേ, രക്ഷിതാവായ യേശുവേ, ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനെ, ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. പാപവും പാപമാർഗങ്ങളും ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു. അങ്ങയെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏക ദൈവവും കർത്താവുമായി ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവേ, അവിടുന്ന് ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളുടെ രോഗങ്ങളും ഞങ്ങളുടെ ശാപങ്ങളും ഞങ്ങളുടെ മരണവും ഏറ്റെടുത്ത് കുരിശിലേക്ക് കയറി ഞങ്ങൾക്ക് വേണ്ടി പാപപരിഹാര ബലിയായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ ഏറ്റുപറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ദൈവമക്കളെ ഇപ്പോൾ ഏറ്റുപറഞ്ഞ് ആരാധിക്കുന്ന സമയം ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അവിടുന്നാണ് രാജാവ്, അവിടുന്നാണ് പാപമോചകൻ, അവിടുന്നാണ് രക്ഷ നൽകുന്നവൻ, അനുതാപം നൽകുന്നവൻ, വിശുദ്ധി നൽകുന്നവൻ, സ്പർശിച്ച് അനുഗ്രഹിക്കുന്നവൻ, സ്നേഹം നിറയ്ക്കുന്നവൻ, കരുണ കൊണ്ട് പൊതിയുന്നവൻ, നിത്യരക്ഷ നൽകുന്നവൻ, നിത്യജീവൻ നൽകുന്നവൻ, വചനങ്ങൾ നൽകുന്നവൻ. ആരാധിക്കുന്നു, ആരാധിക്കുന്നു. യേശുവേ, 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 യേശുവേ,
യേശുവേ യേശുവേ അപ്പോൾ ഈ കുടുംബങ്ങൾ അങ്ങനെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. കാലങ്ങളായുള്ള പീഡകളും ദുർചിന്തകളും ദുർചാരങ്ങളും യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ആരാധന 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 യേശുവേ യേശുവേ ആരാധന ആരാധന യേശുവേ നന്ദി യേശുവേ ആരാധന യേശുവേ നന്ദി യേശുവേ ആരാധന യേശുവേ നന്ദി യേശുവേ സ്തുതി. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആമേൻ ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് വിശ്വാസത്താൽ സകലതും സാധ്യം. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ 23-ാം തിരുലിഖിതം യേശു പറഞ്ഞു, കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും കഴിയും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസത്തിന് അതിൻ്റെതായ ഒരു അത്ഭുത ശക്തിയുണ്ട്. എന്റെ പേര് ലില്ലി അഗസ്റ്റിൻ. ഞാൻ പുതുക്കുറിച്ചി എന്ന സ്ഥലത്ത് വരുന്നു. ഞാൻ ഇവിടെ കഴിഞ്ഞ വർഷം കൺവെൻഷന് വന്നിരുന്നു. എനിക്ക് വളരെ പ്രയാസവും വേദനയുമായിട്ടാണ് ഞാൻ വന്നത്. എന്റെ മകൻ എത്ര ശ്രമിച്ചിട്ടും ഒരു ജോലി ശരിയാവുന്നില്ല. കൊടുക്കുന്ന പൈസ എല്ലാം നഷ്ടത്തിലാവുന്നു. ഞങ്ങൾ കടബാധ്യത കൊണ്ട് ഇരിക്കപ്പുറത്ത് ഇല്ലാതായി. ഞങ്ങൾക്കുണ്ടായിരുന്ന സ്ഥലവും വീടും എല്ലാം വിറ്റു. ഒന്നുമില്ലാതായിട്ടും കടമായിട്ട് തന്നെ നിന്നു. ഞാനിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ സാക്ഷ്യം പറയുന്ന സമയത്ത് ജോലി കിട്ടി എന്ന് ഒരു സാക്ഷ്യം കേട്ടപ്പോൾ എന്റെ തൊട്ടടുത്തിരുന്ന സ്ത്രീ, അത് ഞങ്ങളുടെ അയൽക്കാരി സഹോദരി പറഞ്ഞു, ഈ സമയത്ത് ചേച്ചിയുടെ മകന് ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്ക്. അടുത്ത വർഷം ഇതേ സമയത്ത് ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് ചേച്ചി പ്രാർത്ഥിക്കുമെന്ന്. ഞാൻ അതുപോലെ പ്രാർത്ഥിച്ചു. നിലവിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു. എന്റെ മകന് ജോലി കിട്ടി. 6 മാസമായി അവൻ വിദേശത്ത് ജോലി ചെയ്യുകയാണ്. വിദേശത്ത് നല്ല ജോലി ചെയ്ത് ഇന്ന് കുടുംബത്തിന്റെ സാമ്പത്തിക മണ്ഡലത്തിൽ കർത്താവിന്റെ അനുഗ്രഹം വന്ന് അടിക്കടി കർത്താവ് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഇതേമാതിരി കൺവെൻഷൻ ഗ്രൗണ്ടിൽ ഇരിക്കുമ്പോൾ ദുഃഖത്തിന്റെയും വിലാപത്തിന്റെയും ഒരു പുത്രിയായിരുന്നു. കടബാധ്യതയ്ക്ക് മേൽ കടബാധ്യത. സ്ഥലം വിറ്റു, വീട് വിറ്റു, എന്നിട്ട് കടമായിട്ട് തന്നെ നിൽക്കുക. ജോലിയില്ല, ഗതികെട്ട് ബുദ്ധിമുട്ടി. അപ്പോഴാണ് ഒരു സാക്ഷ്യം ഈ സ്റ്റേജിൽ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. എന്റെ ദൈവം എന്റെ കാര്യത്തിൽ ഇടപെട്ടു, എനിക്ക് ജോലി കിട്ടി എന്നൊരു വ്യക്തി സാക്ഷ്യപ്പെടുത്തുന്നത് ആ കസേരയുടെ മൂല ഇരുന്ന് ഈ സഹോദരി കേട്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്ത് ഹൃദയം തുറന്നൊരൊറ്റ പ്രാർത്ഥനയാണ്. ദൈവ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളി. ഉറക്കെ പറ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 33 വർഷമായി ഞങ്ങൾ കടക്കെണിയിലായിരുന്നു. എത്ര ശ്രമിച്ചാലും നടക്കില്ല. എന്റെ ഭർത്താവിന് വിദേശത്താണ് ജോലി. അയക്കണ പൈസ പലിശ കൊടുക്കാൻ തികയില്ല. ആഹാരത്തിന് പോലും ഞങ്ങൾ വിഷമിച്ചു. ആ സമയത്ത് ഇവിടെ നിന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഞങ്ങളുടെ കടങ്ങളെല്ലാം കർത്താവ് വീട്ടി. ഒരു കടവും ഇപ്പോ ഇല്ല. പലിശ കൊടുപ്പിൽ ഞങ്ങളെ മോചിച്ച് കർത്താവ് സ്വതന്ത്രമാക്കി. കഴിഞ്ഞ വർഷം ഇവിടെ നിലവിളിച്ചപ്പോ അടുത്ത നിലവിളിയായിരുന്നു. 33 വർഷമായി കടത്തിൽ നിന്ന് തലകുരാൻ പറ്റാത്തൊരു കുടുംബമാണ് ഈ കുടുംബം. പണിയെടുക്കാത്തതൊന്നുമല്ല, അധ്വാനിക്കാത്തതല്ല, പക്ഷെ കടത്തിന്റെ മേൽ കടം പെരുകി പെരുകി വരികയാണ്. അപ്പോഴാണ് ഇവിടെ നല്ല ഡെലിവറൻസ് പ്രാർത്ഥന. കർത്താവ് യേശുവിന്റെ നാമത്തിൽ കടബാധ്യത മാറട്ടെ, കുടുംബ തകർച്ച മാറട്ടെ, തിന്മകൾ മാറട്ടെ എന്ന് പറഞ്ഞ് ഡെലിവറൻസ് ചെയ്ത് വെഞ്ചരിക്കുന്നത് കണ്ട്. അപ്പൊ ഈ സഹോദരി പറഞ്ഞു, യേശുവേ എന്റെ കടം മാറിപ്പോട്ടെ, അത് വേണ്ടാന്ന് പറഞ്ഞ് ഒറ്റ വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് കടങ്ങൾ മാറി. ഇന്ന് കുടുംബ സമാധാനത്തിൽ യേശുവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹെബ്രായ ലേഖനത്തിൽ 11-ാം അധ്യായം 6-ാം തിരുലിഖിതം, ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. വചനം ഏറ്റു പറയാം. ദൈവസന്നിധിയിൽ
ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ വരുമ്പോൾ ദൈവം അനുഗ്രഹിക്കുന്ന സമയത്ത് ദൈവം പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്റെ ഈ അനുഗ്രഹം, എന്റെ ഈ വാത്സല്യം, എന്റെ ഈ സ്നേഹം ഈ ദൈവ പൈതൽ, ഈ പൈതൽ ഹൃദയം കൊണ്ട് അംഗീകരിക്കുന്നുണ്ടോ? എന്റെ ഈ സ്നേഹത്തെ ഈ ദൈവ പൈതൽ സ്വീകരിക്കുന്നുണ്ടോ? ഈ പൈതലിന് എന്റെ നടപടികളെക്കുറിച്ചും എന്റെ ഇടപെടലുകളെക്കുറിച്ചും ഹൃദയം കൊണ്ട് അംഗീകാരമുണ്ടോ? ഇത് ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുന്ന പ്രിയ ദൈവ പൈതലെ, നീ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി ദൈവത്തിന്റെ വചനത്തിൽ കാണുന്ന ഒരു കാര്യം, എന്റെ ദൈവത്തിന് എന്റെ ഈ കാര്യത്തിൽ എന്നെ സഹായിക്കാൻ കഴിയും എന്ന് നീ ഒന്നാമതായി വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് നിശ്ചയമായും പ്രതിഫലം നൽകും എന്നും വിശ്വസിക്കണം. ഇത് വചനത്തിന്റെ പ്രബോധനമാണ്. ഇത് വചനം നൽകുന്ന നിർദ്ദേശമാണ്. ഇത് ഞാനും നിങ്ങൾ സ്വീകരിക്കണം. ആ കുടുംബം കണ്ടോ? ആ കുടുംബം അത് സ്വീകരിച്ച് 33 വർഷമായി ഇവരെ കുടുംബാംഗങ്ങളെല്ലാം തലകുത്തി മറിഞ്ഞിട്ട് നീക്കുപോക്കില്ലാത്ത കടബാധ്യത പലിശ കൊടുത്ത് തുന്നം പാടിയ കുടുംബം ഒരൊറ്റ വർഷം എന്റെ ദൈവത്തിന് ഇത് മാറ്റാൻ പറ്റും വിശ്വസിച്ചു 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 വിശ്വാസത്താൽ അത് സാധ്യതമായി. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവീൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇംഗ്ലീഷിൽ ആ വചനം എങ്ങനെ പ്രഖ്യാപിക്കുന്നത്? വാട്ട് എവർ യു ആസ്ക് ഫോർ ഇൻ പ്രയർ ബിലീവ് ദാറ്റ് യു ഹാവ് റിസീവ്ഡ് ഇറ്റ് ആൻഡ് ഇറ്റ് വിൽ ബി യുവേഴ്സ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുവിൻ. അത് നിങ്ങളുടേതായി കഴിഞ്ഞിരിക്കുന്നു, അത് നിങ്ങളുടേതായി മാറും. പ്രാർത്ഥിക്കുമ്പോൾ ദൈവവചനം നൽകുന്ന ഒരു അടിസ്ഥാന നിർദ്ദേശമാണ്, എന്ത് കാര്യത്തിന് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് അത് കിട്ടിക്കഴിഞ്ഞതായി നമ്മൾ കാണണം. അത് കിട്ടിക്കഴിഞ്ഞതായി നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ അംഗീകരിക്കണം. അത് കിട്ടിക്കഴിഞ്ഞതായി ഓർത്ത് ആഹ്ലാദിക്കണം, സ്നേഹിക്കണം, മഹത്വപ്പെടുത്തണം, ദൈവത്തിന് നന്ദി പറയണം. ഇതാ ഒരു കുടുംബത്തിന്റെ അനുഭവം. അവരെങ്ങനെ അനുഗ്രഹം പ്രാപിച്ചു? ഇവർക്ക് വർഷങ്ങളായി മക്കളില്ല. ആ മക്കളില്ലാത്ത കുടുംബം ആ അനന്തപുരി കൺവെൻഷന് വന്നു. എന്റെ പേര് ബിന്ദു ബെനറ്റ്. ഞാൻ വട്ടിയൂർക്കാവിൽ നിന്ന് വരുന്നു. വട്ടിയൂർക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇവർ കുടുംബം ഞങ്ങൾക്ക് 8 വർഷമായി കുഞ്ഞുങ്ങളില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായി, 8 വർഷമായി ഇവർക്ക് മക്കളില്ലായിരുന്നു. കഴിഞ്ഞ 2012 അനന്തപുരി കൺവെൻഷനിൽ ഞങ്ങളുടെ പങ്കെടുക്കുകയുണ്ടായി. കഴിഞ്ഞ ജനുവരിയിലുള്ള അനന്തപുരി കൺവെൻഷനിൽ ഇവര് രണ്ടുപേരും കൂടി കരഞ്ഞങ്ങോട്ട് പ്രാർത്ഥിച്ചു, ദൈവമേ ഞങ്ങൾക്ക് മക്കളെ തന്ന് അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിച്ചു. രണ്ടാമത്തെ ദിവസം മട്ടായിൽ അച്ഛൻ പ്രാർത്ഥിച്ച് പറയുകയുണ്ടായി, 8 വർഷം കഴിഞ്ഞ ഒരു ദമ്പതിയെ കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുന്നു. 8 വർഷങ്ങളായി മക്കളില്ലാത്ത ഒരു കുടുംബത്തിന് ദൈവം കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിക്കുന്നുവെന്ന് രണ്ടാമത്തെ ദിവസം സ്റ്റേജിൽ ഒരു സന്ദേശം അനൗൺസ് ചെയ്യപ്പെട്ടു. അത് ഇവരങ്ങോട്ട് വിശ്വസിച്ചു. ഞാനത് വിശ്വസിച്ചു പ്രാർത്ഥിച്ചു. ഞങ്ങൾക്കാണ് അങ്ങനെ സംഭവിച്ചതെന്ന്. അപ്രകാരം 1 മാസം കഴിഞ്ഞ് പരിശോധനയിൽ ഞാൻ ഗർഭിണിയാവുകയും കഴിഞ്ഞ സെപ്റ്റംബർ 14-ാം തീയതി ഒരു ആൺകുഞ്ഞിനെ ഞങ്ങൾക്ക് ദൈവം നൽകി. ഇതാ ആ കുട്ടിയുമായി വന്ന് ഇന്ന് ആ കുടുംബം ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ദൈവ വചനപ്രകാരമുള്ള ഒരു രീതി തന്നെ. യേശുക്രിസ്തുവിന്റെ ജീവിതകാലത്ത് യേശുക്രിസ്തു തന്റെ പിതാവിനോട് പ്രാർത്ഥിച്ചിരുന്നപ്പോൾ യേശുവും ഈ ഒരു മാർഗം അവലംബിച്ചിരുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 38 മുതലുള്ള തിരുലിഖിതങ്ങൾ
ആ അധ്യായത്തിലെ പശ്ചാത്തലം ലാസറിന്റെ മരണമാണ്. ലാസർ മരിച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് യേശു ലാസറിന്റെ ഭവനത്തിലേക്ക് എത്തിച്ചേരുന്നത്. മർത്തയും മറിയവും വളരെ വലിയ കണ്ണുനീരിലും സങ്കടത്തിലുമായിരുന്നു. അങ്ങനെ അവരെ ആശ്വസിപ്പിച്ചതിന് ശേഷം യോഹന്നാന്റെ സുവിശേഷം 11:38 നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? യേശു നെടുവേർപ്പിട്ടുകൊണ്ട് ശവകുടീരത്തിലേക്ക് വന്നു. അതിന്റെ കല്ലുകൾ മാറ്റാൻ അവൻ അവരോട് പറഞ്ഞു. അവർ പറഞ്ഞു, കർത്താവേ, 4 ദിവസമായി ദുർഗന്ധം വമിക്കുന്നുണ്ടാവും. യേശു പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? അതിനുശേഷം യേശു ഹൃദയത്തിൽ നിറഞ്ഞ് അവൻ കണ്ണുകൾ മേൽപോട്ട് ഉയർത്തി പിതാവിനോട് പറഞ്ഞു, പിതാവേ, എന്റെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി, എന്റെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, എന്റെ പ്രാർത്ഥന കേട്ടതിനായി മഹത്വം അങ്ങേക്ക് തരുന്നു. അതിനുശേഷം അവൻ സ്നേഹം കൊണ്ട് നിറഞ്ഞ്, അവൻ സന്തോഷം കൊണ്ട് നിറഞ്ഞ്, ശക്തി കൊണ്ട് നിറഞ്ഞു പറഞ്ഞു, അവിടുന്ന് എപ്പോഴും എന്റെ പ്രാർത്ഥന ശ്രവിക്കുമെന്ന് എനിക്കറിയാം. എന്നിട്ട് പറഞ്ഞു, ലാസറേ, പുറത്തു വരിക. മരിച്ചവൻ ആ കുടീരത്തിങ്കൽ നിന്ന് ജീവനോടെ ഇതാ പുറത്തേക്ക് വരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു വലിയ സംഭവത്തിൽ യേശു അവലംബിച്ച മാർഗം ശ്രദ്ധിക്കുക. യേശു ആദ്യം തന്നെ പിതാവായ ദൈവത്തിങ്കിലേക്ക് ഹൃദയം ഉയർത്തി മഹത്വം കൊടുത്ത് നന്ദി കൊടുത്ത് പറയും, എന്റെ പ്രാർത്ഥന ഓൾറെഡി ശ്രവിച്ചു കഴിഞ്ഞതിനായി സ്തോത്രം, ഇത് ശ്രവിച്ചു കഴിഞ്ഞതിനായി നന്ദി, പ്രാർത്ഥന ഗ്രാൻഡ് ചെയ്ത് കഴിഞ്ഞതിനായി നന്ദി. ആദ്യം തന്നെ നന്ദി അർപ്പിച്ചു, ആദ്യം തന്നെ മഹത്വം കൊടുത്തു. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. സംഖ്യയുടെ പുസ്തകത്തിൽ നാം മറ്റൊരു രംഗം കാണുന്നുണ്ട്. ജെറീക്കോ ദേശത്തെ ഒറ്റുനോക്കുന്നതിന് വേണ്ടി ചാരന്മാരെ അയക്കുന്ന രംഗം. അങ്ങനെ ചാരന്മാർ പോയിട്ട് തിരിച്ചു വന്ന ഒരു വലിയ വലിയ ഭയാനകമായ കാര്യങ്ങൾ ഒരുപാട് പേര് പറഞ്ഞു. അപ്പോൾ ജോഷുവ, കാലബ്, ദൈവത്തിന്റെ ചൈതന്യം ഉണ്ടായിരുന്ന 2 പേരുണ്ടായിരുന്നു. ദൈവത്തിന്റെ ചൈതന്യം ഉണ്ടായിരുന്നവർ, അവർ പറഞ്ഞെന്താണെന്നറിയോ? നമുക്കിപ്പോൾ തന്നെ പോയി ആ ദേശം കീഴ്പ്പെടുത്താം, കർത്താവ് അത് നമുക്ക് ഏൽപ്പിച്ച് തന്നിരിക്കുന്നു, അവർ നമുക്ക് ഇരകളാണ്, നമുക്ക് ജയിക്കാം, നമ്മൾ ജയിക്കും, നമ്മൾ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു ചൈതന്യമാണ് കാലബിൽ നിന്ന് ജോഷുവയിൽ നിന്ന് വ്യാപരിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരു വാക്കിൽ നാം പ്രാർത്ഥിക്കാനായി ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ, നാം പ്രാർത്ഥിക്കാനായി ഹൃദയത്തിന്റെ മൂടി തുറക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ദൈവ ചൈതന്യത്താൽ പ്രേരിതമായി ദൈവം എന്റെ ഈ അപേക്ഷ കേട്ട് കഴിഞ്ഞു, എന്റെ ഈ കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞു, ഈ കാര്യത്തിൽ ദൈവം എനിക്ക് നടത്തി തന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞ് നന്ദിയോടെ സ്നേഹത്തോടെ അംഗീകരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ഹൃദയം ദൈവത്തിൽ ആനന്ദിക്കാൻ തുടങ്ങിയാൽ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ത്വരിതപ്പെടും, ദൈവത്തിന്റെ ഇടപെടൽ ത്വരിതപ്പെടും. ദൈവവചനം നമുക്ക് കാണിച്ചു തരികയാണ്. ഉറക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ അനുഭവം കൂടി നമുക്ക് ശ്രദ്ധിക്കാം. എന്റെ പേര് ചൈതന്യ എൽസാച്ചങ്കുഞ്ഞ്. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുക. എന്റെ ബിരുദാനന്തര ബിരുദ പഠനത്തിന് ശേഷം കോളേജിൽ അധ്യാപികയാണെന്നുള്ള ആഗ്രഹത്തില് അതിന് വേണ്ടി ഓൾ ഇന്ത്യ ലെവലിൽ നടത്തുന്ന UGC എക്സാമിന് തയ്യാറെടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഹോസ്റ്റലിൽ ചേർന്നായിരുന്നു. 1.5 വർഷം ഞാൻ അതിനുവേണ്ടി തയ്യാറെടുത്തു. എനിക്ക് എപ്പോഴും ഞാൻ പരാജയപ്പെട്ടുകൊണ്ടിരുന്നു. അങ്ങനെ 2012 ഇവിടെ കൺവെൻഷൻ വന്നപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, എനിക്ക് UGC എക്സാം പാസ്സാക്കുകയും എന്നെ ഒരു കോളേജിൽ ടീച്ചറാക്കി ജോലി തരികയും ചെയ്ത ഞാൻ എവിടെയായിരുന്നാലും 2013 ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറയാമെന്ന്. മാത്രമല്ല, അന്ന് കൺവെൻഷൻ നടക്കുന്ന ഒരു ദിവസം അച്ഛൻ പറഞ്ഞു 17 പേർക്ക് തമ്പുരാൻ ജോലി സാധ്യത തുറന്നു കൊടുക്കുന്നതെന്ന്. അപ്പം എനിക്ക് നല്ല പ്രത്യാശ തോന്നി. എൻ്റെ അടുത്തിരുന്ന ഹോസ്റ്റലുണ്ടായിരുന്ന ഒരു മോളുണ്ട്, ചൽസയോട് പറഞ്ഞു, ആ 17 പേരിൽ ഒരാളെ ഞാനാട്ടോ, യേശു എനിക്ക് ജോലി തന്നിട്ടുണ്ടെന്ന്. അങ്ങനെ എനിക്ക് മെയിലൊരു കോളേജിൽ ഇന്റർവ്യൂവിന് പോയി. എനിക്ക് തമ്പുരാൻ ജോലി തന്നു. എനിക്ക് ഈശോ UGC എക്സാം പാസ്സാക്കി തന്നു. പിന്നെ ഞാൻ ISROയിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ സെക്ഷനിലോട്ടുള്ളൊരു ഓൾ ഇന്ത്യ ലെവൽ എക്സാം ഫെബ്രുവരിയിൽ എഴുതിയിരുന്നു. അത് പാസ്സായി. ഒക്ടോബറിൽ അതിന് ഇന്റർവ്യൂ പാസ്സായി. പിന്നെ ഇനിയും അതിന് പോലീസ് വെരിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ തമ്പുരാൻ ഒരുപാട് ജോലി സാധ്യതകൾ എനിക്ക് തുറന്നു തന്നു, വിജയം തന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. എല്ലാവർക്കും യേശുവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹെബ്രായ ലേഖനം 11-ാം അധ്യായം 6-ാം തിരുലിഖിതം. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം.
ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയ ദൈവമക്കളെ, നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശു നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 23-ാം തിരുലിഖിതം. കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ പ്രാർത്ഥിക്കാം. യേശുവേ, യേശുവേ, അവിശ്വാസം പരിഹരിച്ച് അവിശ്വാസം പരിഹരിച്ച് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദരം തുറന്ന് ആരാധിക്കുക. കുടുംബം ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കട്ടെ. അവിശ്വാസത്തിന്റെ എല്ലാ പീഡകളെയും ശാസിക്കുന്നു. അവിശ്വാസത്തിന്റെ അരൂപികളെ ബന്ധിക്കുന്നു. ദൈവാനുഭവത്തിന്റെ ചക്രവാളത്തിൽ കഴുകനെ പോലെ ചിറകടിച്ചുയരാൻ തടസ്സപ്പെടുത്തുന്ന വിശ്വാസത്തിന്റെയും നിരീശ്വരചിന്തയും ദൈവനിഷേധത്തിന്റെയും താന്തോന്നിത്വത്തിന്റെയും മൂഢതയുടെയും വഷള സ്വഭാവത്തിന്റെയും അരൂപികളെയും ശക്തികളെയും ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. വിട്ടുമാറി പോട്ടെ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, കൃപ നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, സമാധാനം നിറയട്ടെ, വിശ്വാസം നിറയട്ടെ, വിശുദ്ധി നിറയട്ടെ, പ്രത്യാശ നിറയട്ടെ, കൃപാവരാഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്നേഹമേ, ദിവ്യകാരുണ്യമേ, സ്നേഹമായി നീ വരൂ, എന്നിൽ വാഴാൻ വരൂ, എന്റെ ആത്മാവിൽ ജീവൻ തരാൻ. അനുതാപിയ എൻ ജീവിതം ഇനി നിന്റെ മാത്രം. ഈശോയേ, സ്നേഹമേ, ദിവ്യകാരുണ്യമേ, സ്നേഹമായി നീ വരൂ, എന്നിൽ വാഴാൻ വരൂ, എന്റെ ആത്മാവിൽ ജീവൻ തരാൻ. അനുതാപിയ എൻ ജീവിതം ഇനി നിന്റെ മാത്രം. ഈശോയേ, സ്നേഹമേ, ദിവ്യകാരുണ്യമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ ആരാധന. ഈ നിമിഷങ്ങളിൽ ഓരോ രോഗികളും വിശ്വാസത്തോടെ ഇപ്പോൾ ഭാവന കാണുക. എൻ്റെ യേശു എൻ്റെ അടുത്ത് വരുന്നു, എൻ്റെ യേശു എൻ്റെ രോഗത്തെ ശാസിക്കുന്നു. കുരുടന്മാരുടെ കണ്ണുകളിൽ സ്പർശിച്ച് നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ എന്ന് പറഞ്ഞ യേശു കാഴ്ചയില്ലാത്ത കണ്ണുകളിൽ സ്പർശിക്കുന്നതായി ഇപ്പോൾ നിങ്ങൾ കാണുക. ക്യാൻസർ രോഗത്തിൽ വന്ന് യേശു സ്പർശിച്ച് ക്യാൻസർ രോഗത്തെ ശരീരത്തിൽ നിന്നും പറിച്ചു കളയുന്നതായി ഇപ്പോൾ വിശ്വാസത്തിൽ കാണുക. കുടുംബത്തിലെ കടബാധ്യത കർത്താവ് ശാസിച്ച് കുടുംബത്തിൽ നിന്ന് ബഹിഷ്കരിക്കുന്നതായി കാണുക. കുടുംബത്തിലെ പലതരത്തിലുള്ള ദുർപീഡകൾ, കലഹങ്ങൾ, തകർച്ചകൾ ഒഴിഞ്ഞുപോയി സമാധാനം നിറയുന്നതായി കാണുക. വിവാഹത്തിന്റെ തടസ്സങ്ങൾ മാറുന്നതായി കാണുക. വിശ്വാസത്തിന് ദൃഷ്ടിയാൽ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. കൈകൾ രണ്ടും ഉയർത്തിപ്പിടിക്കുക. ഈശോയിലേക്ക് കൈകൾ ഉയർത്തുക. നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത്, നിങ്ങൾ എന്താണോ കാണുന്നത്, ആ മേഖലകളിൽ അത്ഭുതത്തിന്റെ ശക്തി വ്യാപരിക്കുകയാണ്.
കൈകൾ ഉയർത്തി സർവശക്തിയോടും കൂടെ യേശുവിനെ നാമം വിളിച്ച് ഉറക്കെ സ്തുതിക്കട്ടെ. യേശുവേ 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 യേശുവേ. കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു, അതിരം തുറന്ന് വിളിക്കുന്നു, സ്വരമുയർത്തി വിളിക്കുന്നു, രക്ഷയുടെ നാമം വിളിക്കുന്നു, അത്ഭുതത്തിന്റെ നാമത്തെ വിളിക്കുന്നു, വിടുതലിന്റെ നാമത്തെ വിളിക്കുന്നു, സൗഖ്യത്തിന്റെ നാമത്തെ വിളിക്കുന്നു. യേശുവേ 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 യേശുവേ. സ്നേഹത്തിൻ ഭോജ്യം നീയല്ലയോ, നിനക്കേകിടാം സ്തുതിഗീതകങ്ങൾ. സ്നേഹമേ ദിവ്യകാരുണ്യമേ